നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം എന്ന വീഡിയോയ്ക്ക് നിങ്ങൾ എനിക്ക് നൽകിയ കമൻറ്റുകൾക്ക് എല്ലാത്തിനും ഒത്തിരി നന്ദി. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇഷ്ടമായി എന്നറിയണതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ നൽകുന്ന സ്നേഹവും സപ്പോർട്ടൊക്കെ തന്നെയാണ് ഓരോ ദിവസവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഊർജ്ജമാവണത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈഫിൽ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലുള്ള അടുത്ത ബന്ധങ്ങളുള്ള ആൾക്കാർ തന്നെയാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പങ്കുവെച്ചത് എൻ്റെ എൻ്റെ റിയൽ അമ്മയെ പറ്റിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയണത് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന് ഒരു റിച്ച് ആയിട്ടുള്ള അമ്മയ്ക്കും വളരെ വലിയൊരു സ്വാധീനമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റിച്ച് ആയിട്ടുള്ള അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഡാഡിയുടെ പെങ്ങളായിരുന്നു. ഡാഡിക്ക് ഒറ്റ പെങ്ങളാണുള്ളത്. അപ്പോൾ ആ ആൻറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആൻറ്റി വളരെയധികം ദാരിദ്ര്യമുള്ള അവസ്ഥയിലാണ് ജീവിതം നയിച്ചിരുന്നത്. അപ്പോൾ ആൻറ്റിക്ക് ഓൾമോസ്റ്റ് പഠിക്കാനായിട്ട് അത്ര മിടിക്കൊന്നും ആയിരുന്നില്ല. കാര്യം ആൻറ്റിയെ സംബന്ധിച്ച് ഒത്തിരി ജോലി ചെയ്യേണ്ട സാഹചര്യം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആൻറ്റിയുടെ ഒരു ആഗ്രഹമായിരുന്നു ആൻറ്റിയുടെ അച്ഛനെയും അമ്മേനെയും സപ്പോർട്ട് ചെയ്യുക. അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ, മരുന്ന് കഴിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ആക്കാനായിട്ട് ആൻറ്റിക്ക് കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരാഗ്രഹമുള്ള ഒരാളായിരുന്നു. പക്ഷെ ആൻറ്റി പഠിക്കാൻ അത്ര മിടിക്കൊന്നും ആയിരുന്നില്ല. ആൻറ്റി 10ാം ക്ലാസ് പാസ്സായത് 4ാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 4ാമത്തെ പ്രാവശ്യം 3 പ്രാവശ്യം ആൻറ്റി 10ാം ക്ലാസ് ജയിച്ചിട്ടിരുന്നായിരുന്നു. 4ാമത്തെ പ്രാവശ്യം ആൻറ്റി 10ാം ക്ലാസ് എഴുതി. അപ്പൊ ഡാഡിയോടാണ് പോയിട്ട് റിസൾട്ട് നോക്കാൻ പറഞ്ഞത്, എൻ്റെ ഡാഡിയോട്. അപ്പൊ ഡാഡി ശരിക്കും പറഞ്ഞാൽ ഇവര് ജയിക്കൂല എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് പോകാനൊന്നും പോയില്ല. കാര്യം 3 പ്രാവശ്യം തോറ്റല്ലേ. അപ്പൊ ഡാഡി പറഞ്ഞു, നീ ജയിച്ചിട്ടില്ല എന്ന് തിരിച്ചു വന്ന് പറഞ്ഞു. അപ്പം ആൻറ്റി ശരിക്കും പറഞ്ഞാൽ അതിൽ വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ആൻറ്റിയുടെ ഫ്രണ്ട്സ് ആരോ വന്നിട്ട് പറഞ്ഞു ആൻറ്റി ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആൻറ്റി വേഗം പോയിട്ട് നോക്കിയപ്പോൾ ആൻറ്റി ജയിച്ചിട്ടുണ്ടായിരുന്നു. ആ ആൻറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആൻറ്റിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഞങ്ങളുടെ ഓൾമോസ്റ്റ് പാറേക്കാട്ടിൽ തിരുമേനിയാണ് ബിഷപ്പ്. അപ്പൊ അദ്ദേഹം കുറേ ആൾക്കാരെ ജർമ്മനിയിലേക്ക് നഴ്സിങ്ങിന് വേണ്ടിയിട്ട് വിടാനായിട്ട് തീരുമാനിച്ചു. അതിലൊന്നായിട്ട് ഞങ്ങളുടെ ആൻറ്റിയുടെ ആ ലിസ്റ്റിൽ വന്നു. അപ്പൊ ആൻറ്റി അന്ന് ജർമ്മനി പോവുകയും നഴ്സിംഗ് പഠിക്കുകയും അത് കഴിഞ്ഞിട്ട് വളരെയധികം സമ്പത്തുള്ള രീതിയിലേക്ക് ആൻറ്റി ഒരു ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മില്യനെയർ ആയിട്ടൊക്കെ വന്നു. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യത്തെ ഒരു മില്യനെയർ ആൻറ്റി ആയിരുന്നു. അപ്പം ആ ഒരു കാരണമാണ് ആൻറ്റി കല്യാണം കഴിച്ചത് ഒരു ഫോറിനറെ ആയിരുന്നു. അപ്പൊ ആൻറ്റിയെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ആൻറ്റിയെ കല്യാണം കഴിച്ച വെള്ളക്കാരനാണ്. ആൻറ്റിക്ക് ഒരു ഇരുന്നറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ ആൻറ്റിയുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇടാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്കിളിനെയും ആൻറ്റിനെയും. അപ്പൊ ഈ ആൻറ്റിയാണ് എൻ്റെ ജീവിതത്തിൽ, ആൻറ്റി ഒരു 92 ആയപ്പോൾ എനിക്ക് തോന്നുന്നു ആൻറ്റി ഡിവോഴ്സ് ആകുകയും അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്തിട്ട് ആൻറ്റി ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. കാര്യം ആൻറ്റിക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ വന്നു. അപ്പൊ ആൻറ്റിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയൊക്കെ വന്ന സമയത്ത് ആൻറ്റി ആ വിവാഹമോചിതയാവുകയും ആൻറ്റി ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. അപ്പൊ ഈ 92 ആൻറ്റി പനങ്ങാട് വരികയും ഒരു വീട് വാങ്ങുകയും ചെയ്തു. അപ്പൊ ആൻറ്റിയുടെ കൂടെ എൻ്റെ ഡാഡിയുടെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയും ആൻറ്റിയും അങ്ങനെ കേരളത്തിലേക്ക് വരികയും എന്നെയും ചേട്ടനെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങള് 2 സ്ത്രീകളാണല്ലോ, അമ്മുമ്മയുണ്ട് ആൻറ്റിയുണ്ട്. അവരുടെ സപ്പോർട്ടായിട്ട് ഞങ്ങൾ 2 പേരും പനങ്ങാടേക്ക് വരികയും അപ്പൊ അന്ന് ആൻറ്റി തന്ന ആ ഒരു എക്സ്പീരിയൻസും സപ്പോർട്ടുമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സുകാരി ആവാനായിട്ടുള്ള ഒരു കഴിവ് എനിക്ക് തന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, എൻ്റെ മമ്മിക്ക് യാതൊരു ധൈര്യവും ഇല്ലായിരുന്നു. ഭയങ്കര പേടിച്ച് ജീവിതത്തെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇങ്ങനെ എല്ലാ ദിവസവും മമ്മി 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കും, രാത്രിയിൽ പ്രാർത്ഥിക്കും. വളരെ ദൈവവിശ്വാസിയായിട്ടുള്ള എല്ലാ ആൾക്കാരെയും സഹായിക്കുന്ന ഒരു അമ്മയായിരുന്നു എൻ്റെ അമ്മ. പക്ഷെ ആൻറ്റിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള, നല്ല ധൈര്യമുള്ള, നല്ല ശുഭാപ്തി വിശ്വാസമുള്ള, ഇപ്പം ആൻറ്റിയുടെ പണത്തെ മാനേജ് ചെയ്യാനും വളർത്താനും കഴിവുള്ള ഒരു വളരെ ശക്തിയായിട്ടുള്ള ഒരാളായിരുന്നു എൻ്റെ റിച്ച് മോം. അപ്പൊ ഈ 2 പേരും തന്ന എക്സ്പീരിയൻസ് ആണ് എൻ്റെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കുറെ തിരിച്ചറിവുകൾ തന്നത്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കടമെടുത്തത് ആൻറ്റിയുടെ കാര്യങ്ങളാണ്.
അപ്പൊ ആന്റിയുടെ ആ ഒരു എക്സ്പീരിയൻസും ആന്റിയുടെ ധൈര്യവും ഒക്കെ ഏറ്റെടുത്തപ്പോൾ എനിക്ക് വന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് ഒരാൾക്കും വലിയ കാശൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് BSc സുവോളജിക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഞാൻ ടാപ്പ് ചെയ്യുകയും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചേട്ടൻ തുടങ്ങിയ കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്ററിൽ ഒരു പങ്കാളിയാവുകയും ചെയ്തു. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് പഠനത്തെക്കാൾ കൂടുതൽ ഞാൻ താല്പര്യം കാണിച്ചത് മണി മേക്കിങ്ങിലാണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന ആ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനും സെയിൽസിലും കമ്മ്യൂണിക്കേഷനിലും ഏറ്റവും മികച്ച ഒരാളാവാനും ഒക്കെ ഞാൻ ഏറ്റവും നന്നായിട്ട് പണിയെടുക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. റിജക്ഷനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. കമ്പ്യൂട്ടറുകൾ വിൽക്കുക എന്ന് പറഞ്ഞാൽ അന്നൊരു മാരത്തൺ എഫേർട്ടായിരുന്നു. എങ്കിൽ പോലും അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ഒരു ആക്ഷൻ ഉള്ള ഒരാളായിട്ട് മാറാൻ തുടങ്ങി. മണിക്കൂറുകൾ എൻ്റെ ജോലിയിൽ ഏറ്റവും വൈദഗ്ധ്യമുള്ള ഒരാളായിട്ട് മാറാനായിട്ട് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ പണത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരാളായിട്ട് മാറാനായിട്ട് ഈ റിച്ച് മദർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് തന്നെയുള്ള ഓരോ മനുഷ്യരെയും നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അവരുടെ നല്ല സ്വഭാവങ്ങൾ നമ്മൾ കടമെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക? നല്ല ആൾക്കാരോട്, ടോക്സിക് ആയിട്ടൊരു ഫാമിലിയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ പോലും അവിടെ പെട്ടു പോകാതെ നല്ല ആൾക്കാരോട് നെറ്റ്വർക്ക് ചെയ്യാനും ശക്തമായിട്ടുള്ള കോർ വാല്യൂസിൽ അടിയുറച്ച ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ടുള്ള തരത്തിലേക്ക് കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ലൈഫിൽ എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്രയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. കാര്യം ലൈഫ് എന്ന് പറയുന്നത് ഇത്ര അടിപൊളിയാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങളെ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു മനസ്സ്, ഒരു ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു എളുപ്പമുള്ളൊരു ജേർണിയൊന്നും അല്ല, പക്ഷെ എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിലുള്ള ഓരോ മനുഷ്യരെയും ഏറ്റവും നന്നായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടത് കൊണ്ട് ആ സെയിം മിസ്റ്റേക്കുകൾ വരുത്താതെ മുന്നോട്ട് പോകാനായിട്ട് ഓരോ ദിവസവും ഞാൻ കോൺഷ്യസ് ആയിട്ട് ഡിസിഷൻ എടുക്കാറുണ്ട്. അപ്പൊ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കോൺഷ്യസ് ലിവിങ് ആണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ട് മൂവ് ചെയ്യാനായിട്ട് അല്ലെ ജീവിക്കാനായിട്ടുള്ള ഒരു പ്രചോദനമാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ബോധാവസ്ഥയിൽ ജീവിക്കാൻ നിങ്ങൾ തുടങ്ങിയാൽ കഥ മാറും. നിങ്ങളുടെ ജീവിതം കരുത്തുള്ള ജീവിതമാവും. നിങ്ങൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ.